കഴിഞ്ഞ 2 വർഷമായി മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുകയും സിക്ലിക്കൽ നേച്ചറിലുള്ളതുമായ പവർ സെക്ടർ നേരിടുന്ന ചില പ്രധാന ചലഞ്ചുകളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഗവൺമെൻറ് പവർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. കഴിഞ്ഞ 9 വർഷം കൊണ്ട് ഏകദേശം 20 ലക്ഷം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് ഡൊമസ്റ്റിക് പവർ ഇൻഫ്രാസ്ട്രക്ചർ സെക്ടറിൽ വന്നത്. വരുന്ന 7 വർഷം കൊണ്ട് 17 ലക്ഷം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വരാനും സാധ്യതയുണ്ട്. കഴിഞ്ഞ 9 വർഷം കൊണ്ട് 3000 പുതിയ സബ്സ്റ്റേഷനുകൾ നിർമ്മിക്കാനും 4000 സബ്സ്റ്റേഷനുകൾ അപ്ഗ്രേഡ് ചെയ്യാനും 8.5 ലക്ഷം സർക്യൂട്ട് കിലോമീറ്ററിൽ ഹൈ ട്രാൻസ്മിഷൻ ലൈൻ അവൈലബിലിറ്റി ഉറപ്പുവരുത്താനും 7.5 ലക്ഷം ട്രാൻസ്ഫോർമർ കമ്മീഷൻ ചെയ്യാനും പവർ മിനിസ്ട്രിക്ക് സാധിച്ചു. രാജ്യത്തെ പവർ ജനറേഷൻ കപ്പാസിറ്റി 436 ജിഗാവാട്ടായി ഉയർന്നു. ഏകദേശം 2 ലക്ഷം സർക്യൂട്ട് കിലോമീറ്റർ ട്രാൻസ്മിഷൻ ലൈൻ അവൈലബിലിറ്റി ഉറപ്പായി. ഇൻ്റഗ്രേറ്റഡ് ട്രാൻസ്മിഷൻ ലൈനിൻ്റെ പവർ ജനറേഷൻ കപ്പാസിറ്റി 116 ജിഗാവാട്ടായി ഉയരുകയും ചെയ്തു. ഇതോടൊപ്പം 4000 മെഗാവാട്ട് ശേഷിയുള്ള സ്റ്റോറേജ് കപ്പാസിറ്റി പ്രോജക്റ്റുകളും 50 ജിഗാവാട്ട് ശേഷിയുള്ള പമ്പ് സ്റ്റോറേജ് പ്രോജക്റ്റുകളും ഡെവലപ്പിംഗ് ഫേസിലുമാണ്. ഏറ്റവും വലിയ വളർച്ച കൈവരിച്ചത് നോൺ ഫോസിൽ പവർ ജനറേഷൻ കപ്പാസിറ്റിയിലാണ്. രാജ്യത്തിൻ്റെ നോൺ ഫോസിൽ പവർ ജനറേഷൻ കപ്പാസിറ്റി 186 ജിഗാവാട്ടായി ഉയർന്നു. ഇതിൽ 7 ജിഗാവാട്ട് ന്യൂക്ലിയർ സെക്ടറിൽ നിന്നാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഫോട്ടോവോൾട്ടായിക് മൊഡ്യൂൾ മാനുഫാക്ചറിംഗ് കപ്പാസിറ്റി 20 ജിഗാവാട്ടിൽ നിന്നും 50 ജിഗാവാട്ടിലേക്കും ഫോട്ടോവോൾട്ടായിക് സെൽ മാനുഫാക്ചറിംഗ് കപ്പാസിറ്റി 2 ജിഗാവാട്ടിൽ നിന്നും 12 ജിഗാവാട്ടിലേക്കും ഉയർന്നു. കഴിഞ്ഞ 12 വർഷം കൊണ്ട് ഇന്ത്യ പവർ ജനറേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിച്ചതിൻ്റെ ഇമ്പാക്റ്റ് കഴിഞ്ഞ 2 വർഷമായി പവർ സെക്ടറിലെ സ്റ്റോക്കുകളിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുകയും ചെയ്തു. പക്ഷേ സിക്ലിക്കൽ നേച്ചറുള്ള ഈ പവർ സെക്ടർ ഇനി ഒരു ഡൗൺവേർഡ് ട്രെൻഡിലേക്കാണോ നീങ്ങുന്നത് എന്നുള്ള സൂചനയും, അല്ലെങ്കിൽ ഡൗൺവേർഡ് ട്രെൻഡിലേക്കാണ് നീങ്ങുന്നതും ഈ സെക്ടർ നേരിടുന്ന ചില പ്രധാന ചലഞ്ചുകളെക്കുറിച്ചുമാണ് ബെയിൻസ്റ്റൈൻ എന്ന ബ്രോക്കേജ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത്. ബെയിൻസ്റ്റൈൻ്റെ റിപ്പോർട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇവിടെ മർച്ചൻ്റ് പവർ പ്രൈസിൽ ഉണ്ടായിരിക്കുന്ന വർധനവ് പവർ സെക്ടർ എന്ന സിക്ലിക് സെക്ടർ ഡൗൺ ട്രെൻഡിലേക്ക് നീങ്ങുന്നതിൻ്റെ സൂചനയാണ് വ്യാഖ്യാനിക്കുന്നത്. 2009 പവർ സെക്ടർ ഡൗൺ ട്രെൻഡിലേക്ക് നീങ്ങുന്നതിന് മുന്നോടിയായി മർച്ചൻ്റ് പവർ പ്രൈസ് 8.4 കിലോവാട്ട് അവർ എന്ന റേറ്റിലേക്ക് ഉയർന്നിരുന്നു. ഇപ്പോഴും മർച്ചൻ്റ് പ്രൈസിൽ ഇതിന് സമാനമായ രീതിയിലുള്ള മൂവ്മെൻ്റ് ആണ് കാണുന്നത്. ഇവിടെ പവർ സെക്ടറിൽ ബെയിൻസ്റ്റൈൻ പവർ സെക്ടർ ഡൗൺ ട്രെൻഡിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടെന്ന് പറയുമ്പോഴും റിന്യൂവബിൾ എനർജി സെക്ടറിലെ പല സ്റ്റോക്കുകളിലും പോസിറ്റീവ് ഔട്ട്ലുക്ക് നൽകുകയും ബൈ എന്ന റേറ്റിംഗ് നൽകുകയും ചെയ്തു. പ്രത്യേകിച്ചും NTPC പവർ ഗ്രിഡ് റിന്യൂവബിൾ എനർജി സെക്ടറിലെ പല സ്റ്റോക്കുകളിലും ബൈ എന്ന റേറ്റിംഗ് നൽകി. അതേസമയം IEX അദാനി ഗ്രീൻ പോലുള്ള സ്റ്റോക്കുകൾക്ക് അണ്ടർ വെയ്റ്റ് റേറ്റിംഗ് ആണ് നൽകിയത്. ഇനി 2003 മുതൽ ഇന്ത്യയിൽ പവർ സെക്ടറിൽ പ്രൈവറ്റൈസേഷൻ അനുവദിച്ചതോടുകൂടി പവർ സെക്ടറിൽ വളരെ വലിയ ഒരു ട്രെൻഡ് ചേഞ്ച് വരികയും ഇത് പവർ സെക്ടറിലെ സ്റ്റോക്കുകളിലും പവർ സെക്ടറിൽ വന്ന IPOകളിലും പ്രകടമായിരുന്നു. 2008 റിലയൻസ് പവറിൻ്റെ IPO 73% സബ്സ്ക്രൈബ് ആയത്. റീസെൻ്റ്ലി പവർ സെക്ടർ നേരിടുന്ന ചില പ്രധാന ചലഞ്ചുകളിലേക്ക് കടക്കാം. ഒന്നാമത്തേത് ഡിസ്ട്രിബ്യൂഷൻ കമ്പനികളുടെ ഡിസ്ട്രസിംഗ് സ്റ്റേറ്റ്. ഇവിടെ രാജ്യത്തിൻ്റെ GDP ഗ്രോത്ത് റേറ്റിന് പ്രൊപ്പോർഷണലായ ഒരു പവർ ഡിമാൻഡ് അല്ല രാജ്യത്ത് ഇപ്പോഴുള്ളത്. 9% ആവറേജ് GDP ഗ്രോത്ത് രാജ്യം മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ പവർ ഡിമാൻഡ് വെറും 5% മാത്രമേ ഉള്ളൂ. ഈ ഡിസ്ക്രിപ്പൻസി ഒരു പ്രധാന കൺസേൺ ആയിട്ടാണ് ബെയിൻസ്റ്റൈൻ്റെ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. രണ്ടാമത്തേത് പവർ സെക്ടറിലെ പവർ കമ്പനികൾ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ കമ്പനികൾ ഫിനാൻഷ്യൽ സ്ട്രെസ്സിലേക്ക് പോകാനുള്ള പ്രധാന കാരണം സപ്ലൈ സൈഡിൽ നിന്നുള്ള ചില പ്രശ്നങ്ങളാണ്. കൽക്കരിയുടെ അല്ലെങ്കിൽ കോളിൻ്റെ പ്രൊഡക്ഷൻ വെറും 4% CAGR കൂടിയാണ് വർദ്ധിക്കുന്നത്. അതേസമയം കോളിൻ്റെ ഡിമാൻഡ് 10% CAGR അടുത്തായിട്ടാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ, അതായത് കോളിൻ്റെ വില കുറയുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ പല കമ്പനികൾക്കും, കോളിൻ്റെ അവൈലബിലിറ്റി കുറയുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ പല കമ്പനികൾക്കും അവരുടെ പ്ലാന്റ് ഓപ്പറേഷൻസ് റെഡ്യൂസ് ചെയ്യേണ്ടതായി വരുന്നു. ഇതുമൂലം ഡിസ്ട്രിബ്യൂഷൻ കമ്പനികൾക്ക് പവർ പർച്ചേസ് ചെയ്യാനുള്ള കഴിവില്ലാതാവുകയും ഡിസ്ട്രിബ്യൂഷൻ കമ്പനികൾ ലോ ഷെഡിംഗ് പോലുള്ള മാർഗങ്ങളിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്രൈസിസായി മാറാൻ സാധ്യതയുണ്ടെന്നാണ് ബെയിൻസ്റ്റൈൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. മൂന്നാമത്തെ പ്രധാന ചലഞ്ചായി രൂപപ്പെട്ടിരിക്കുന്നത് ഡിസ്ട്രിപ്റ്റീവ് അഡ്വാൻസ്മെൻറ്റ് ഇൻ ബാറ്ററി ടെക്നോളജിയാണ്. അതായത് ബാറ്ററി ടെക്നോളജിയിൽ ഉണ്ടായിരിക്കുന്ന നേട്ടം, പവർ ഡിസ്ട്രിബ്യൂഷൻ കമ്പനികളുടെ ഫിനാൻഷ്യൽ ഡിസ്ട്രസ്, കോളിൻ്റെ നോൺ അവൈലബിലിറ്റി, സപ്ലൈയിലും ഡിമാൻഡിലും ഉണ്ടാകുന്ന വളരെ വലിയ അന്തരം, ഇതുമൂലം പവർ സെക്ടർ ഫ്യൂച്ചറിൽ അണ്ടർ പെർഫോം ചെയ്തേക്കാമെന്നാണ് ബെയിൻസ്റ്റൈൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്.
CLSA എന്ന ബ്രോക്കേജ് ഏജൻസി REC, PFC പോലുള്ള കമ്പനികൾക്ക് ബൈ എന്ന റേറ്റിംഗും 20% ഹയർ സൈഡിലുള്ള ടാർഗറ്റ് നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ സ്റ്റോക്കുകളെല്ലാം അവരുടെ നിയർ ടൈം ഹൈക്ക് അടുത്തായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. REC എന്ന സ്റ്റോക്ക് 472 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. അപ്സൈഡിലെ റെസിസ്റ്റൻസ് 500, 525 തുടങ്ങിയ ലെവലുകളാണ്. സ്റ്റോക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സപ്പോർട്ട് 425. PEC എന്ന സ്റ്റോക്ക് 429 രൂപയ്ക്കടുത്ത് ട്രേഡ് ചെയ്യുന്നു. PECയെ സംബന്ധിച്ചിടത്തോളം 450, 475 തുടങ്ങിയ ലെവലുകൾ റെസിസ്റ്റൻസും 390 പ്രധാന സപ്പോർട്ടുമാണ്. അതുകൊണ്ട് പവർ സെക്ടറിലെ സ്റ്റോക്കുകളെല്ലാം ആൾറെഡി വളരെയധികം റണ്ണപ്പായി കഴിഞ്ഞു. പവർ സെക്ടറിലെ സ്റ്റോക്കുകളിൽ ഫ്രഷ് പൊസിഷൻ എടുക്കുന്നവർ ഒരൽപ്പം ജാഗ്രത പാലിക്കേണ്ടതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്